24 മണിക്കൂറിനിടെ കേരളത്തിൽ 281 പേർക്ക് കൂടി കോവിഡ്. ഇന്ത്യയിലാകെ റിപ്പോർട്ട് ചെയ്ത 743 കേസുകളിൽ 281 കേരളത്തിലാണ്. ഇന്നത്തെ 3 മരണവും ഇന്നലത്തെ 3 മരണവും സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, കോവിഡ് നിരക്ക് ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഓരോ ദിവസവും കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നു. എന്തെങ്കിലും 3 മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു മാർഗങ്ങളിലേക്കൊക്കെ സർക്കാർ നീങ്ങാൻ സാധ്യതയുണ്ടോ? നമ്മളൊരു കാലഘട്ടത്തിൽ അനുഭവിച്ചതാണ്, കുറേ നാളുകൾ വീടുകൾക്കുള്ളിൽ അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. വീണ്ടും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകാൻ ഏതെങ്കിലും സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 24 മണിക്കൂറിനിടെ കേരളത്തിൽ 281 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ആകെ റിപ്പോർട്ട് ചെയ്തത് 743 കേസുകളാണ്. ഇതിൽ 281 കേരളത്തിലാണ് എന്നുള്ളതാണ് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്ന്. അതായത് വളരെ വേഗത്തിൽ കേരളത്തിൽ കോവിഡ് പടരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 743 കേസുകളിൽ 281 എണ്ണവും കേരളത്തിൽ എന്ന് പറയുന്നു. ഇന്നലെ 3 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോവിഡുമായി ബന്ധപ്പെട്ട് വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെയാണ് ഈ ഒരു കോവിഡുമായി ബന്ധപ്പെട്ട ദിനംപ്രതി കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ടോ? ദിവ്യ, കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേരളത്തിൽ 281 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലാകെ റിപ്പോർട്ട് ചെയ്ത 743 കേസുകളിൽ 281 കേരളത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉള്ളതുപോലെ തന്നെ സംസ്ഥാനത്ത് തന്നെയാണ് രാജ്യത്തെ കോവിഡ് വ്യാപനത്തിൽ ഏറ്റവും അധികം രോഗികളും ഉള്ളത്. അത് മാത്രമല്ല 3 മരണവും കോവിഡ് മൂലം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ ചികിത്സയിൽ രോഗികളുടെ എണ്ണം 2119 പേരാണ്. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കർണാടകത്തിലാണ്. 173 കർണാടകത്തിലെ കണക്ക്. ഏതായാലും അതിന് ഇരട്ടിയോളമാണ് ഇപ്പോൾ കേരളത്തിലെ കണക്ക് കാണുമ്പോൾ. ഒമിക്രോണും JN.1 ഉപവകഭേദവുമാണ് കേരളത്തിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. അത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഏതായാലും ആഘോഷ സീസൺ കഴിയുമ്പോൾ, ഈ ന്യൂ ഇയർ കൂടി കഴിയുമ്പോൾ കൂടുതൽ രോഗികൾ ഉണ്ടാകുമെന്നും അധിക രോഗവ്യാപന സാധ്യതയുണ്ടെന്നുമാണ് കണക്ക് കൂട്ടുന്നത്. ഏതായാലും സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള കോവിഡ് വ്യാപനം കാണുന്നുണ്ട്. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കേരളത്തിൽ തന്നെയാണ് കോവിഡ് കൂടുതലായും റിപ്പോർട്ട് ചെയ്തത്. രോഗികളുടെ എണ്ണം കൂടുന്നത് പ്രധാനമായും കൂടുതൽ പേരിൽ രോഗനിർണയത്തിനായുള്ള പരിശോധനകൾ നടത്തുന്നത് കൊണ്ട് തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത്. എന്നാലും രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ ഉയർന്ന ആശങ്ക. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള കോവിഡ് രോഗവ്യാപനത്തിന് സാധ്യതയുണ്ട്. നിലവിലും ഇപ്പോൾ ഇതുവരെയും കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങൾ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയും. ഏതായാലും പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഉത്സവ സീസണുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പരമാവധി അകൽച്ച പാലിക്കാനുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. ദിവ്യ.